ആ, അഡ്വക്കേറ്റ് സേനാപതി വേണു, നോക്കൂ, ഇന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. അതായത്, ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾക്കിതിൻ്റെ ക്രെഡിറ്റൊന്നും ആവശ്യമില്ല, പ്രതിപക്ഷത്തിൻ്റെ സഹകരണം കൂടി ഇതിലുണ്ട് എന്നുള്ളതാണ്. അതായത് കോൺഗ്രസ് ഭരിക്കുന്ന അല്ലെങ്കിൽ UDF ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടപ്പിലാക്കിയത് എന്നാണ് MB രാജേഷ് പറഞ്ഞു വെച്ചത്. അവിടെയാണ് ജിതിൻ ദേവ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ കണക്കുകൾ വെച്ച് സർക്കാരിൻ്റെ പക്കലുള്ള ഈ വ്യാജ ഡാറ്റകൾ തകർക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? നിങ്ങൾ നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത് കൊണ്ട് എന്താ കാര്യം? നിങ്ങളവിടെ നിയമസഭയിൽ കൃത്യമായ ഡാറ്റകൾ നിരത്തി വാദിക്കേണ്ടതല്ലേ? അല്ലാതെ ഇറങ്ങിപ്പോയത് കൊണ്ട് എന്ത് കാര്യം? അല്ല, ഇന്ന് റൂൾ 300 പ്രകാരം മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനവും അതിനോടനുബന്ധിച്ച് മന്ത്രി MB രാജേഷ് നിയമസഭയിൽ നടത്തിയ പ്രസംഗമൊക്കെ നമ്മൾ കേട്ടതാണ്. ഞങ്ങൾ അതിനെ ബഹിഷ്കരിക്കാനുള്ള കാരണം എന്ത് എന്ന് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അത് ഒരുപക്ഷെ ജിതിൻ ദേവിന് ബോധ്യപ്പെട്ടില്ല എങ്കിൽ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എങ്കിലും ഞങ്ങൾ പറയുന്നു, ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം എന്താ പറഞ്ഞ 64,006 കുടുംബങ്ങളെ അതിദാരിദ്ര്യ രേഖയിൽ നിന്ന് അല്ലെങ്കിൽ അവരെ മുക്തമാക്കി 1,03,099 വ്യക്തികളെ. നിയമസഭയിൽ ചോദിച്ച ഒരു കണക്ക് ജിതിൻ ദേവിന്റെ ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. പ്രതിപക്ഷ നേതാവ് ഇന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിദരിദ്രരുടെ പട്ടികയിൽ അന്ന് നിയമസഭയിൽ സർക്കാർ പറഞ്ഞത് 5,91,194 ആളുകൾ ഈ അതിദരിദ്രരുടെ പട്ടികയിലുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതിലിപ്പോ 64,006 പേരെ മാത്രം, കുടുംബങ്ങളെ മാത്രമാണ് മോചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെയും അതിൻ്റെ അകത്ത് നിൽക്കുന്ന, ഇനി അതിന്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ 1 ലക്ഷം മോചിപ്പിച്ചാലും 5,91,000 നിന്ന് ഏതാണ്ട് 4,91,000 നിൽക്കുകയാണ്. അവര് മോചിപ്പിക്കപ്പെട്ടില്ലയോ എന്നുള്ള ഒരു ചോദ്യം. ഞങ്ങളത് വളരെ ശക്തമായിട്ട് തന്നെ ആ കാര്യം നിയമസഭയ്ക്കകത്തും പുറത്തും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രചരണ പരിപാടികളിലും ഞങ്ങൾ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ നമ്പേരെ എനിക്ക് ഇതിന്റെ ഒരു തമാശ തോന്നുന്നത്, ഈ അതിദരിദ്രരില്ലാത്ത കേരളമായി കേരളത്തെ പ്രഖ്യാപിക്കാൻ ഇപ്പൊ മുഖ്യമന്ത്രിക്ക് എന്ത് പ്രഖ്യാപനം നടത്തുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ പ്രഖ്യാപനത്തിലെ യുക്തി എത്ര, ഇല്ലെങ്കിൽ ആ പ്രഖ്യാപനത്തിലൂടെ നമ്മുടെ സംസ്ഥാനത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ 1989 VP സിംഗിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ അന്ന് കേരളത്തിൽ നിന്ന് വടകരയിൽ നിന്ന് ജയിച്ചു പോയ KP ഉണ്ണികൃഷ്ണൻ കേന്ദ്ര വാണിജ്യകാര്യ മന്ത്രിയായി. വാണിജ്യകാര്യ സഹമന്ത്രിയാണോ ക്യാബിനറ്റ് മന്ത്രിയാണോ എന്നുള്ളത് സബ്ജക്ട് ടു കറക്ഷൻ. അപ്പൊ അന്ന് അദ്ദേഹം നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട് കേരളത്തിൽ. VP സിംഗിന്റെ ഗവൺമെന്റ് നാളികേരം എണ്ണക്കുരുവായിട്ട് പ്രഖ്യാപിച്ചത്. മോഹൻ വർഗീസ് സാറും ശ്രീ ജിതിനും ഒക്കെ ഓർമ്മിക്കുന്നുണ്ടാകും, അനിൽ നമ്പ്യാരും ഓർമ്മിക്കുന്നുണ്ടാകും. നാളികേരം എണ്ണക്കുരുവായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോ പിറ്റേ ദിവസത്തെ കേരളത്തിലെ മലയാള പത്രങ്ങളിലല്ല, അന്ന് ഇതുപോലെ ദൃശ്യമാധ്യമങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഇത് ഭയങ്കര വാർത്തയാണ്. നാളികേരം എണ്ണക്കുരുവായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. നാളികേരത്തിനും പ്രയോജനം ഉണ്ടായില്ല, എണ്ണക്കുരുവിനും പ്രയോജനം ഉണ്ടായില്ല കഴിഞ്ഞ നാളിതുവരെയായിട്ട്. അതാണ് അതിന്റെ അനുഭവം. എന്നതുപോലെ നവംബർ മാസം 1-ാം തീയതി കേരളത്തിൽ അതിദരിദ്രരാരുമില്ലാത്ത കേരളമായിട്ട് കേരളത്തെ ശ്രീ പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ പ്രഖ്യാപനം നടക്കുമ്പോൾ ഞാൻ ഇടുക്കിയിൽ നിന്നാണ് ഇപ്പൊ സംസാരിക്കുന്നത്. എന്റെ നാട്ടിൽ ആകാശപ്പറവുകൾ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇവിടുത്തെ കന്യാസ്ത്രീകൾ നടത്തുന്നതാണ്. അപ്പൊ ഞങ്ങളുടെ വീട്ടിലും അവർ എല്ലാ മാസവും പിരിവിന് വരും. ഞാനൊരു നിശ്ചിത തുക, ഞാൻ മാത്രമല്ല നാട്ടിലുള്ളവരെല്ലാം കൊടുക്കുന്നു. ആ ആകാശപ്പറവ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നോക്കാൻ ആളില്ലാത്തവര്, ഉപേക്ഷിക്കപ്പെട്ടവര്, ഭൂമിയില്ലാത്തവര്, വീടില്ലാത്തവര്, ഏതാണ്ട് ഒരു 10, 50, 100ഓളം ആളുകൾ അവിടെയുണ്ട്. അത് ഒരു സ്ഥാപനം. ഇനിയിപ്പം നമുക്ക് ചാനൽ ചർച്ചയിൽ പരിചയമുള്ള ഒരു സ്ഥാപനം ഗാന്ധി ഭവനം ഉണ്ടല്ലോ, കൊല്ലത്തെ ഒരു പ്രശസ്ത സിനിമാ താരം ശ്രീ TP മാധവനാണെന്ന് എനിക്ക് തോന്നുന്നു, അവിടെ അന്തേവാസിയാണ്. അപ്പോ അവരൊക്കെ ഓണാഘോഷ പരിപാടികൾ നടത്തുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ TVയിലും മാധ്യമങ്ങളിലും 100 കണക്കിന് ആളുകൾ അവിടെ താമസിക്കുന്നതാണ്. അപ്പൊ എന്റെ ഒരു ചോദ്യം, ഇന്നത്തെ ഈ പ്രഖ്യാപനം കൊണ്ട് നെടുങ്കണ്ടത്തെ ആകാശപ്പറവയിലെ അന്തേവാസികളും ഇല്ലെങ്കിൽ ഇതുപോലുള്ള ഗാന്ധി ഭവനുകളിലും നാട്ടിലുള്ള വിവിധങ്ങളായ ഈ മറ്റ് ഉദാരമതികൾ നടത്തുന്ന ഈ സ്ഥാപനങ്ങളിലെ ഈ സാധുക്കളൊക്കെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലായോ അതീവ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലായോ എന്നുള്ള ഒരു കാര്യം അറിയാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി എന്റെ ബഹുമാന്യായ സ്നേഹിതൻ ശ്രീ സലീം മടവൂർ ഇവിടെ ഉണ്ട്. അദ്ദേഹം അതിന് മറുപടി പറയും. എത്തിയില്ല, 8 മണിക്ക് അപ്പോ ഉണ്ടാകും. അപ്പോ ഇവര് അതിദരിദ്രരുടെ മാനദണ്ഡമായിട്ട് പറയുന്ന ഒന്നെന്ന് പറഞ്ഞാൽ കിടക്കാൻ പാർപ്പിടമില്ലാത്ത ആളുകൾ, സമ്പൂർണ്ണമായി പാർപ്പിടമില്ലാത്ത ആളുകൾ. ഇനി ഒരു തരത്തിലുള്ള വരുമാനമില്ലാത്ത ആളുകൾ അടുത്ത ഒരു കാറ്റഗറിയിൽ. പിന്നെ നിത്യരോഗികളായിട്ടുള്ള ആളുകൾ. ശ്രീ നമ്പ്യാർ
അങ്ങയുടെ പഞ്ചായത്തിൽ തന്നെ ചുമ്മാ ഒന്ന് ഇറങ്ങി നടന്നു നോക്ക്. ഇപ്പോഴും പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ആരുടെയെങ്കിലും വീട്ടിൽ വാടകയ്ക്കോ ഔദാര്യത്തിലോ താമസിക്കുന്നവരായ എത്രയോ ആളുകൾ, കേരളം മുഴുവൻ ലക്ഷക്കണക്കിന് ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകളുണ്ട്. ആ സാധുക്കൾ നിലനിൽക്കുന്നു. അവർക്കൊക്കെ ഇപ്പൊ ലൈഫ് പാർപ്പിട പദ്ധതിയിൽ 4 ലക്ഷം വീട് കൊടുത്തു എന്ന് പറയുന്നു. അതിന്റെ 4 or 5 ഇരട്ടി ആളുകൾ, പലരും പഴയ പ്ലാസ്റ്റിക് ഷെഡും തകര ഷീറ്റും ഒക്കെ പൊളിച്ചിട്ടിട്ട് തറ കെട്ടി കാത്തിരിക്കുക, മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ. ബാക്കി പൈസ കിട്ടും. ഒരു പൈസയും കിട്ടുന്നില്ല. കിട്ടിയത് മുഴുവൻ ലൈഫില് വടക്കാഞ്ചേരിയിൽ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന സ്ഥിതിവിശേഷം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ, അതിദരിദ്രരും അല്ലെങ്കിൽ സാധുക്കളും വീടില്ലാത്തവരും അവരെല്ലാം ഇപ്പോഴും അതേ രീതിയിൽ കഴിയുന്ന സ്ഥിതിവിശേഷം. പക്ഷെ ഗവൺമെന്റ് ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തിയിരിക്കുകയാണ്. ഇപ്പൊ സേനാപതി വേണു, അവിടെയാണ് എനിക്ക് താങ്കളോട് വിയോജിപ്പുള്ളത്. അതായത് ഇപ്പൊ പ്രതിപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകൾ അവരുടെ സഹകരണത്തോടു കൂടിയാണ് ഈ ഡാറ്റയൊക്കെ കളക്ട് ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രഖ്യാപിച്ചതെന്നല്ലേ പറയുന്നത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് എതിർപ്പൊന്നുമില്ലേ? അതുകൊണ്ടാണ് ഇന്ന് നിയമസഭയിൽ നിങ്ങൾക്കൊരവസരം കിട്ടി. അവിടെ കൃത്യമായ കണക്ക് വെച്ച് നിങ്ങൾ പ്രൂവ് ചെയ്യണ്ടേ ഇത്? അല്ല, ഈ നോക്കൂ, ഉപരിപ്ലവമായി പറഞ്ഞു പോകുന്നതിനപ്പുറത്തേക്ക് കൃത്യമായ ഡാറ്റകൾ അവതരിപ്പിച്ച് പിണറായിയുടെ വാദങ്ങളെ ഖണ്ഡിക്കുക. എന്തുകൊണ്ട് പ്രതിപക്ഷം അതിന് തുനിഞ്ഞില്ല എന്നുള്ളതാണ് ചോദ്യം. ഞാൻ KPCC വക്താവ് എന്ന നിലയിൽ അങ്ങയോട് ഉത്തരവാദിത്തമായിട്ട് പറയുന്നു. ഇന്ന് മന്ത്രി രാജേഷ് ഇന്നാണ് പ്രഖ്യാപനം നടത്തിയത് UDF ഭരിക്കുന്ന പഞ്ചായത്തുകൾ. ഞങ്ങൾ ആ പഞ്ചായത്തുകളിൽ ഇനിയും വീട് കിട്ടാത്ത, പാർപ്പിടമില്ലാത്ത, ഇല്ലെങ്കിൽ വരുമാന മാർഗമില്ലാത്ത, സർക്കാർ സഹായം ലഭിക്കാത്ത ആളുകളുടെ ലിസ്റ്റ്, അതിപ്പോ എന്താ പറഞ്ഞ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് പറ്റത്തില്ല. അത് നാളെയും മറ്റന്നാളും അടുത്ത ദിവസങ്ങളിലായി എടുത്തു വരും. അതോടൊപ്പം തന്നെ ഈ ലിസ്റ്റ് സമ്പൂർണ്ണമായിട്ട് ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. കാരണം അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചെടുത്ത യാഥാർത്ഥ്യം ഇതല്ല. ഈ യാഥാർത്ഥ്യം ഇപ്പോൾ നിലനിൽക്കുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ വരും ദിവസങ്ങളിൽ അത് കണക്കുകൾ സഹിതം അത് പുറത്തുവിടും. ഇന്നിപ്പം മന്ത്രി പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ സഹായത്തോടു കൂടി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു എന്ന്. ഈ UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ വീടില്ലാത്തവർക്ക് വീട് കൊടുത്തിരിക്കുന്നു. ആ കാര്യത്തിലൊക്കെ ആർക്കും തർക്കമില്ലല്ലോ. പക്ഷേ നമ്മുടെ നാട്ടിൽ അതിദരിദ്രർ ധാരാളം ഇപ്പോഴുമുണ്ട്. വീട് ലഭിക്കാത്തവർ, ലൈഫ് പാർപ്പിട പദ്ധതിയിൽ വീട് ലഭിക്കാത്തവർ, നിത്യരോഗികളായ ആളുകൾ, മറ്റു വരുമാനമില്ലാത്ത ആളുകൾ, അവർക്കൊന്നും പുതുതായി ഒരു സഹായവും കൊടുക്കാതെ ഒരു ഇരുണ്ട് വെളുത്തപ്പോഴേക്കും കേരളം അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി മാറി എന്നുള്ള പ്രഖ്യാപനം ഇവിടെ നടക്കുമ്പോൾ ഞാൻ DYFIക്കാരോട് ഒരു കാര്യം ചോദിക്കുക. ഇനിയിപ്പോ ദരിദ്രരില്ലല്ലോ കേരളത്തിൽ. നിങ്ങൾ ഇനിയിപ്പോ പൊതുച്ചോറുമായിട്ട് ദരിദ്രമില്ലാത്ത കേരളത്തിൽ പിന്നെ പൊതുച്ചോറുമായിട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അതുകൊണ്ട് DYFIക്കാരാണ് ആദ്യം പറയേണ്ടത്, ഇനി ദരിദ്രരെ ഞങ്ങൾക്ക് കാണാനില്ല. കാരണം ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് കേരളത്തിലെ ആളുകളൊക്കെ മുക്തരായിരിക്കുന്നതുകൊണ്ട് ഇനിയിപ്പോ ആശുപത്രിയിൽ ഞങ്ങൾ പൊതുച്ചോറുമായിട്ട് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് DYFIക്കാരാണ് പറയേണ്ടത്. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്തിന്റെ പടിവാതിക്കൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് കള്ളപ്രചരണങ്ങളും കുപ്രചരണങ്ങളും നടത്തി കപട വാഗ്ദാനങ്ങൾ കൊടുത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അത് ഇന്നലെ നടത്തി. ഇന്ന് മമ്മൂട്ടിയാണ് അതിന് എന്താ പറഞ്ഞ അതിന്റെ ഒരു ഉപകരണമായി, ആയുധമായി മാറിയത്. ഏതായാലും കമലഹാസനും മോഹൻലാലും അവർക്ക് വിവരം പിടികിട്ടിയതുകൊണ്ട് അവർ വന്നില്ല. മമ്മൂട്ടിക്ക് വരേണ്ടതായിട്ടുണ്ട്. കാരണം അദ്ദേഹം ഒരു ചാനലിന്റെ ഡയറക്ടറോ അല്ലെങ്കിൽ അതിന്റെ മുൻനിരയിൽ നിൽക്കുന്ന ആളോ ഒക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് വരേണ്ടതായിട്ടുണ്ട്. ഏതായാലും മമ്മൂട്ടിയെപ്പോലെ ഒരാൾ വന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം ചാനൽ വാർത്തകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. കേരളം ഇന്നോളം ഉണ്ടാക്കിയ നേട്ടം അത് 2016 ശേഷമല്ല, അത് കേരളം ഈ കാലഘട്ടങ്ങളിലൊക്കെ ഭരിച്ച ആ ഭരണാധികാരികളുടെ നേട്ടത്തിന്റെ ഫലമായിട്ടാണ് കേരളത്തിൽ ഈ വികസനങ്ങളൊക്കെ ഉണ്ടായത്. അതല്ലാതെ 2016 പിണറായി വിജയൻ മഴുവെറിഞ്ഞുണ്ടാക്കിയ കേരളോ ആ കേരളത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നിർവഹിച്ചതിനെ കുറിച്ചോ അല്ല അദ്ദേഹം പറഞ്ഞത്. ആ കേരളത്തിൽ ഇപ്പോഴും ദാരിദ്ര്യം നിൽക്കുന്നു, വീടില്ലാത്തവർ നിൽക്കുന്നു. ഇനിയിപ്പോൾ അങ്ങേക്കറിയാം, വയനാട്ടിലെ ആദിവാസി കോളനികൾ സഞ്ചരിച്ചാൽ, പാലക്കാട് ആദിവാസി കോളനികൾ സഞ്ചരിച്ചാൽ, ഇടുക്കിയിലെ ആദിവാസി കോളനികൾ സഞ്ചരിച്ചാൽ, എന്തിനാ കേരളത്തിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളുടെ ചുറ്റും പുറത്തുമുള്ള പുറമ്പോക്കുകളിൽ താമസിക്കുന്ന തകര ഷീറ്റ് വലിച്ചു കെട്ടിയവർ, പാട്ട മുകളിൽ മേഞ്ഞിരിക്കുന്നവർ, ടിൻ ഷീറ്റ് മേഞ്ഞിരിക്കുന്ന വീടുകൾ നമുക്കിപ്പോഴും പ്രത്യക്ഷത്തിൽ നമ്മൾ കാണാവുന്നതല്ലേ? ട്രെയിൻ യാത്ര നടത്തി കഴിഞ്ഞാൽ ഈ കേരളത്തെ പിന്നെ നിങ്ങൾ ദരിദ്രരില്ലാത്ത അല്ലെങ്കിൽ അതിദരിദ്രരില്ലാത്ത കേരളം എന്നൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് പാർട്ടി ക്ലാസ്സിൽ പോകുന്ന ഉത്തമന്മാർ വിശ്വസിക്കും, നാട്ടിലെ പൊതുസമൂഹം അത് വിശ്വസിക്കില്ല എന്ന് സലിം മടവൂർ വന്നാൽ അദ്ദേഹത്തിന്റെ അറിവിലേക്ക് കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ നബി.